ഗ്യാങ് ഡ്രസ് അല്ല ഗ്യാങ് ഷോപ്പും ഒക്കെയാണ്. എല്ലാരും അങ്ങോട്ട് വരാൻ പറയണ്ടേ? ഹലോ, എന്താണ് ഫ്ലഫിന്റെ കാര്യത്തില് ഫ്ലഫി കുറച്ച് ബിസി പരിപാടിയിലാണ്. കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാൽ ഞാൻ പറയാം, പുറത്ത് പറഞ്ഞു. ബാബാ, നമുക്ക് ആദ്യം ഈ ഗ്യാങ് ഡ്രസ് ചെയ്താലോ ചേച്ചി? അതാകുമ്പോൾ കുറച്ച് അതല്ലേ ബെറ്റർ. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞിടത്താണ് ഞാൻ മാർക്ക് ചെയ്ത 7977. എല്ലാരും 7190 ഡ്രസ് ഷോപ്പിൽ പറഞ്ഞു. അർജന്റ് ആണ്, പെട്ടെന്ന് പറഞ്ഞ എല്ലാരും. ഒരു മിനിറ്റ്, എന്തിനാടാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന എല്ലാരും? ഇപ്പൊ റെഡി അല്ലേ ചാറ്റ്? ഹലോ ഹലോ, ഇപ്പൊ റെഡി അല്ലേ? ഇതെന്താ വീഡിയോ ക്യാപ്ചർ? ഇപ്പൊ റെഡി ആയിട്ടുണ്ടാവും. ഇപ്പൊ റെഡി അല്ലേ? ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ. ഇത് വന്നു ഗൈസ്, ഇപ്പൊ വന്നു. ഓക്കെ ആണ്. കൊറേ പേർക്ക് SFX വർക്കാണ്. ഇതിന്റെ SFX അവനോട് പറട്ടെ, എൻട്രി അടിക്കണം. കൊച്ചുപുണ്ടേ തട്ടി ബ്രേക്ക് പിടിച്ച് നിക്കണ്ടേ? ലോറി പോത്തിരി വണ്ടിയോ? ശരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ബിലാലിനെ എന്താ ഏൽപ്പിച്ചേക്കണം എന്നുള്ളത് മാറ്റി വെച്ചിട്ട് അവൻ്റെ കൂടെ റിവീലിന് വിളിക്കാം, എന്നിട്ട് കൊണ്ടുപോകാം. കാരണം ബിലാലൂടെ വേണം. ബിലാൽ ഒരു കാര്യം ചെയ്യാം, അത് തന്നെ ചെയ്തോ, നീ വരണ്ട. ബാക്കിയുള്ളതൊന്നും സമയത്ത് നടക്കൂല, മനസ്സിലായോ? ഇല്ല ഇത് എന്തായാലും ഡിലേ ആവും. നമുക്ക് കൾച്ചറിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് റിക്രൂട്ട്മെന്റ് എടുക്കാൻ പറ്റുള്ളൂ. ഫുൾ മെമ്പേഴ്സ് വേണം. കുഴപ്പമില്ല, മതി. രണ്ടുപേരും കയറാൻ പറ്റില്ല. മനസ്സിലായി. ശരിക്കും അവർ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പറയട്ടെ ബിലാലെ, നീ എന്തായാലും പോവാ. നീ ഇപ്പൊ എന്തെങ്കിലും ഇതെന്താ ഈ ഇവിടെ വേണ്ട. ഹലോ 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 നമ്മളാൾക്കാർ തന്നെയാണ്. സൗണ്ട് ഹൈ ആണ്. ഇതാരത്? അതാരാ? റൂബിയാണത്. ഞാൻ ഇപ്പഴാ കണ്ടത്. ഞാൻ ഇവിടെ ഇങ്ങനെ നിക്കുന്നു, ചുമ്മാ ഞാൻ ഇന്ന് കേറിയതേ ഉള്ളൂ. ഒരു മിനിറ്റ് വെയിറ്റ്, റോയിലതൊന്ന് ഫിക്സ് ചെയ്യണേ. എന്താണ് ഇങ്ങനെ സ്പാം ചെയ്യുന്നത്? സൗണ്ടില്ല പറഞ്ഞിട്ട്. ഒറ്റ മിനിറ്റ് ഗൈസ്, ഒരു മിനിറ്റ് എനിക്ക് സമയം കൊണ്ട്. ഇതിന്ന് എങ്ങനെ എക്സിറ്റ് അടിക്കല്? സൗണ്ട്, റേഡിയോ സൗണ്ട് ഒക്കെ ഉണ്ട്. ഒരു മിനിറ്റ്. ഹലോ ഉണ്ടല്ലോടാ, സൗണ്ട് ഉണ്ടല്ലോ. പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? കുറെ പേര് നിങ്ങളെ ഫോണിന്റെ സൗണ്ട് ഇല്ലേ, അതൊന്ന് കൂട്ടി വെക്കാം. അപ്പൊ റെഡിയാവും. നിങ്ങളെ വോളിയം ബട്ടൺ ഒന്ന് റെഡിയാക്കിയാ ചെയ്യുന്ന പ്രശ്നമുള്ളൂ. നിങ്ങൾ എന്നെ വെറുതെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അയ്യോ, ഇവിടെ ആള് കൂടിട്ടോ. വെയിറ്റ് ഗ്യാങ് ഡ്രസ് എടുക്കട്ടെ ആദ്യം. ലോ ആണ്. പ്ലീസ് ഹോൾഡ്. ലോ ആണെങ്കിൽ സ്വിച്ച്. കണ്ണാടി അടിച്ചു മാറ്റി നടക്കും. ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയില്ല. എടാ എന്റെ സൗണ്ട് ഉണ്ടല്ലോടാ, പിന്നെ എന്താ നിങ്ങൾ പറയുന്നത് സൗണ്ട് ഇല്ലാന്നല്ലേ? വെറുതെ എന്നെ പിരാന്താക്കുന്നതായിരിക്കും. ഇതൊക്കെ എന്താ ഇവിടെ? പുറത്തെ സൗണ്ട് ഡിസ്പ്ലേ ക്യാപ്ചർ സൗണ്ടോ? ക്യാപ്ചർ ഡിസ്പ്ലേ
ഇപ്പൊ റെഡി ആയോ? ഹലോ 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 മെമ്പേഴ്സ്. ഞാൻ ഇത് നോക്കുന്നില്ല, ചാറ്റ് നോക്കി എന്നെ പിരാന്താക്കും നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കണ്ടോ? ഞാൻ വിഷ്വൽ കണ്ണുകൊണ്ടുള്ള ഇത് കാണാം. ഇപ്പൊ ഓക്കെ ആയോ? മതി മതി, ഇത്ര ഓക്കെ ആയത്. ബിലാലെ മാക്കേ മാക്കോടെ മാക്കിങ് വന്നാണടാ ഈ പാർക്കിങ്ങില്. മുമ്പ് ഇസ്മായിലിനെ ഇവിടെ നിന്ന് കൊന്നു ഓർമ്മ. ടോക്കിയോ ഉസ്മാനെ ഇവിടെ നിന്ന് ഹോസ്റ്റേജ് എടുക്കാൻ കൊണ്ടുപോയി. ഇസ്മായിൽ ഇവിടെ ഇരുന്നിട്ടും വെടി വെച്ച്. അത് ഓർമ്മയുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. കുറുപ്പ് കയറുന്നുണ്ട് എല്ലാരും കയറുന്നുണ്ട്. ഇവിടെ വിളിക്കുന്നു. പിങ്ങുവാ മാക്ക് എന്തേ മാക്കേ? മാക്കൊക്കെ അതിന് പൗതി ഉറങ്ങാൻ തോന്നിട്ട് പൊന്ന് മാക്ക് ഇങ്ങ് വന്നാണെന്ന്. നിന്റെ പുതിയ ഫ്രണ്ട് നമ്മളാദ്യേ ഗാങ്ടേഴ്സ് ഇതാക്കാം. ഗാങ്ടേഴ്സ് ഒന്ന് റിവീൽ ചെയ്തിട്ട് നമുക്ക് കാർട്ടൽസിനെ മീറ്റ് ചെയ്യാൻ പോവാം. കാർട്ടൽസിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മൂത്രം ഒഴിക്കാൻ പോകുന്നത് എന്താ? കാർട്ടൽസ് ഇതെന്ത് ഞാൻ കേൾക്കണത് ഡ്രസ് എടുത്തിട്ട് മൂത്രം ഒഴിക്കാൻ പോകുന്നത്. അല്ല ഇപ്പൊ റെഡിയായോ? ഇല്ല മൈക്ക് എന്തോ ദൂരത്ത് വെച്ച് സംസാരിക്കണമല്ലേ? സ്റ്റീരിയോ മോഡില്. എടാ എന്തുവാടാ ഹെഡ്സെറ്റ് മൈക്ക് എടുത്ത് വെക്കുന്ന. ഇപ്പൊ റെഡിയായോ? ശരിക്ക് ഇൻ ഗെയിം സൗണ്ടില് അതർ സൗണ്ട് ഒക്കെ ഹൈ ആണെന്ന്. ഷേക്കിന്റെ സൗണ്ട് മാത്രം എന്തോ പ്രശ്നം. എടാ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നെ പിരാന്താക്കരുത് എല്ലാരും പാടെ കൂടിട്ട്. അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ ഭയങ്കര വ്യത്യാസമുണ്ട് സൗണ്ടിന്. ഹലോ 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 ഹലോ. ഇല്ല പോരാ. ഔട്ട്പുട്ട് അല്ല മാറ്റേണ്ട, ഇൻപുട്ടാ മാറ്റേണ്ടത്. ഇൻപുട്ട് മാറ്റി. ഇൻപുട്ട് ഹലോ ഔട്ട്പുട്ട് അല്ല. ഹലോ 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 ഹലോ. അടുത്ത മൈക്ക് എടുക്ക്. ഇല്ല ഇതെന്താ അങ്ങനെ 25,000 മൈക്കൊന്നും അല്ല. ഇതാണ് സൗണ്ട് വിട്ട്. ഹലോ സൗണ്ട് കൂട്ടിയാ സൗണ്ട്. ഓ എന്റെ പൊന്നെ. അയ്യോ എന്നെ പിരാന്താക്കൂപ്പം വന്നാണ്. മതി. ബിലാലെ ഗാങ്ഡ്രസിന്റെ നമ്പർ എത്രയാന്ന് പറഞ്ഞ പുറത്തോടെ. എവിടെ വിട്ടിട്ടുണ്ട് വാട്സപ്പില്. ഒറ്റ ക്ലിക്കിൽ അങ്ങോട്ട് ഞെക്കി വിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? ഫസ്റ്റ് ടീഷർട്ടിൽ റിവീൽ ആയി. ഡ്യൂറിംഗ് വോയിസ് ചാറ്റ് കുറക്ക് ബ്രോ. അതെവിടെ കൊടുക്കുക? അത് ഇതിൽ തന്നെ ഓഡിയോയിൽ തന്നെ. SFX ഡ്യൂറിംഗ് വോയിസ് ചാറ്റ്. മ്യൂസിക് വോളിയം അത് ഫുള്ള് കുറച്ചോ? മ്യൂസിക് വോളിയം ഒക്കെ ഫുള്ള് കുറച്ചോ? കാറിന്റെ അകത്ത് കയറുമ്പോഴല്ലേ? ഗൈസ് വെയിറ്റ് ചെയ്യാം. നമ്മൾ ടെമ്പററി ആയിട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ പോലും സത്യം പറയാലോ വിഷയം ഗാങ്ഡ്രസ് സത്യം പറയാലോ ഗാങ്ഡ്രസ് വിഷയം ഗാങ്ഡ്രസ് ആണ്. മാലിക് ചെയ്ത് കംപ്ലീറ്റ് സാധനം അറിയാലോ. കംപ്ലീറ്റ് മാലിക്. എവിടെ ഇതിന്റെ ഡ്രസ്സിന്റെ കോഡ് എത്ര? നമ്പർ എനിക്ക് അറിയത്തുള്ളൂ. എവിടെ ബിലാലെ? പുള്ളി മാലിക് ചെയ്തതാ ഗൈസ്. പുള്ളി മാലിക് ചെയ്ത. കുറുപ്പ് വരാൻ കുറുപ്പ് ലാസ്റ്റ് ബാക്കോട്ട് പോകും. അതിന്റെ ഒരു ബ്ലൂ ഗാങ്ഡ്രസ് ഉണ്ട്. അതിന്റെ കളർ മാറ്റിയത് ലാസ്റ്റ് ബാക്കോട്ട് പോകും. 1500 ശരിക്കും ഇട്ടിട്ട് വേണം എനിക്ക് ഇടാൻ. വേഗം കുറുപ്പ് എവിടെ? ഈ കുറുപ്പ് പറഞ്ഞ ചാകുന്ന ഇവിടെ എല്ലാരും പോയ ഇവിടുന്ന് വീശിന്ന്. വെയിറ്റ് കുറുപ്പ് മെമ്പേഴ്സിന്റെ കൗണ്ട് ലോ ആണെങ്കിൽ റിക്രൂട്ട്മെന്റ്സിനെ കൊണ്ടേ വരത്തുള്ളൂ. കുറുപ്പാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഗാങ്ഡ്രസ് റിവീൽ ചെയ്യണതിന്റെ ബാക്കിൽ ടക്കായും പ്രണവും കൂടെ എന്താ ചെയ്യുന്നേ? നീ എവിടെ? ഹലോ എടാ സക്കായി അല്ല തക്കായി. ഓ അവൻ 24 ക്യൂലാണ്. മുടിയൊക്കെ മാറ്റി. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞാൻ പറയാം ഡ്രസ് റിവീൽ ചെയ്തോട്ടെ. നടക്കാൻ പോവാ. അവൻ വരാൻ നല്ല ലേറ്റ് ആവും. 25 ക്യൂല. 10 മിനിറ്റ് എടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് പോകാണ്ട്
ബാക്കിൽ നിന്ന് ലാസ്റ്റ് ബാക്കിലോട്ട് 1500 സംതിങ് 1505 എന്തോ. ബ്ലൂ ഗ്യാങ്ടേഴ്സിന്റെ കളർ മാറ്റിയാൽ Guys, ഞാൻ ഒരു കാര്യം പറയാ. ഇതിന്റെ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. ഇതിന്റെ എടാ എല്ലാരും സൈലന്റ് ആയിക്കാണ്. ഇവിടെ സംസാരിക്കല്ലേ ഞാൻ ഒരു മിനിറ്റ്. ഇതിന്റെ ഈ സിറ്റിക്ക് അകത്തുള്ള ഈ ഒരു ടെംപ്ലേറ്റ് മാറ്റുണ്ട്, മനസ്സിലായോ? ഇവിടെ ടെംപ്ലേറ്റ് മാറ്റുണ്ട്. അതുകൊണ്ട് നമ്മളിടുന്ന എടാ പൊന്നാര മേക്കെ ഒന്ന് മുണ്ടല്ലേ ഒരു മിനിറ്റ്. ഇതില് നമ്മൾ ചെയ്ത വർക്കായിട്ട് ഈ ടെംപ്ലേറ്റ് മാച്ച് ആവുന്നില്ല, മനസ്സിലായി? അപ്പൊ ചെറിയൊരു ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് തോന്നും, ഓക്കെ? പക്ഷെ സ്റ്റിൽ അടിപൊളി സാധനമാണ്. ഒരു കിടിലം പോലത്തെ സാധനമാണ്. നോക്കട്ടെ ഇതിലാണോ നോക്കട്ടെ, എനിക്കറിയില്ല. കാണുമ്പോ ഇനി ഇവിടെ എന്താ അവസ്ഥ എനിക്ക് അറിയില്ല. ഇതാണ് ഗ്യാങ് ടീഷർട്ട്. പറഞ്ഞു തന്നിട്ട് പോയിരുന്നെങ്കിൽ സന്തോഷം ഉണ്ടായിരുന്നു. ഗൈസ് ഇതാണ് ടീഷർട്ട്, ഓക്കെ? ഫുൾ കംപ്ലീറ്റ്ലി ചെയ്തത് മാലിക് മാത്രമാണ്. സീരിയസ് ആയിട്ട് പറയാ, മാലിക്കാണ് ഫുള്ളി ചെയ്തത്. നിങ്ങക്ക് പറ ഇവിടെ വന്നാണ് ആ ടീഷർട്ട് കിട്ടി. ഞാൻ ജാക്കറ്റ് ഇടണം. ഒരു മിനിറ്റ്. എങ്ങനെയുണ്ടാ പ്രണവേ? ഒരു എല്ലിടുന്നവന്മാർ അങ്ങനെ കിട്ടോ? എങ്ങനെ അപ്പൊ മാറ്റായിരുന്നു ബാക്കത്തെ ജ്യൂസ് ആണെന്നാണ് മാലിക് പറഞ്ഞത്. പക്ഷെ എനിക്ക് ഞാൻ പറയാലോ, എനിക്ക് നല്ല കിടിലം പോലെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ അടിപൊളിയാണ്. ഈ പുറകിരിക്കുന്ന ആളിനെ ഞാനും മാലിക് കൂടെ ഒരുമിച്ച് ചൂസ് ചെയ്താണ്. ഉപ്പാപ്പയാണോ? ഇതാരെ ജ്യൂസ് അല്ലേ ഇത്? ഇതല്ല, ഇത് മണ്ടര മനസ്സിലാവില്ലേ? പക്ഷെ മാക്ക് അത് കൊള്ളാട്ടോ, അതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയി പോയി. ഒന്ന് മാറണടാ, ഒന്ന് മാറണടാ. ക്യാഷ് ഇല്ലേ? എല്ലിടാൻ കുറച്ച് കുണ്ണാള് ഇതിന്റെ മറ്റേ നമ്പർ പറഞ്ഞോട്. ഞാനൊന്നും ഇല്ല, എനിക്കറിയില്ല. ജാക്കറ്റ് അതിന് തൊട്ട് മുമ്പത്താ ജാക്കറ്റ് ഹുഡി ഉണ്ടോ? ഇതാണ് ജാക്കറ്റ്. ഇതാണ് ഗൈസ് ജാക്കറ്റ്. ഇവിടെ നിന്ന് കാണാൻ അറിയില്ല. നിലവില് കറന്റ്ലി ടെമ്പററി ആക്കിയിട്ട് ചെയ്തതാണെങ്കിൽ പോലും സത്യം പറയാലോ, ഇതിന്റെ ടെംപ്ലേറ്റിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട്. കണ്ടോ ഇവിടെ ഒരു ബ്ലാക്ക് ഇങ്ങനെ ഷോൾഡറിൽ കയറി നിൽക്കണുണ്ട് ഗൈസ്, ഷോൾഡറിൽ. പക്ഷെ അതൊരു എനിക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാൽ പോലും അത് ടെംപ്ലേറ്റിന്റെ ഇഷ്യൂ ആണ്. അത് ലിവറി ഓല് ഫിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ്. ഇവിടുത്തെ ആസ്ട്രിക്സിന്റെ ഓല് ഫിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാണ്. ടെംപ്ലേറ്റ് നല്ലത് അടിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതാണ് ഓവറാൾ നമ്മളെ സാധനം. ജാക്കറ്റ് W, ടീഷർട്ട് L എന്നാണ്. എടാ എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇനി ഇതെന്തായാലും മാറ്റാനൊന്നും പോകണില്ല, മനസ്സിലായില്ലേ? ഇതാണ് നിലവിൽ നമ്മളെ ഗ്യാങ് ഡ്രസ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പം എക്സൽ വരുമ്പോൾ ഇനി എക്സൽ ഈ കളറ് അപ്രൂവ് ആവുമോയെന്ന് അറിയില്ല. അപ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഈ ഒരു കളർ എക്സൽ ഇല്ലല്ലോ. എക്സൽ ഇങ്ങനത്തെ ഒരു ഗ്യാങ് ഡ്രസ് ഉണ്ടോ? എക്സൽ ഇങ്ങനത്തെ ഒരു ഗ്യാങ് ഡ്രസ് ഉണ്ടോ? ഐ ലൈക്ക് ബൂത്ത്, അത്രേ ഉള്ളൂ. ഇല്ല അതെ, എക്സൽ ഇങ്ങനത്തെ ഒരു ഗ്യാങ് ഡ്രസ് ഇല്ല. അപ്പൊ കിട്ടാൻ ചാൻസ് ഉണ്ട്, നോക്കാം. ഉണ്ടെങ്കിൽ തന്നെ ജാക്കറ്റിന്റെ റൂൾസ് പഴയ പോലെ തന്നെയല്ലേ? എല്ലാം ഇത് മേടിച്ചാന് കുപ്പായം മേടിച്ചോ? കത്തിയോ? അയ്യോ കായ് കുപ്പായം മേടിച്ചോ? കുപ്പായം മേടിച്ചോ? കായ് എത്ര വേണ്ടേ? എത്ര കുപ്പായം? 6 റുപ്യ. എല്ലാരും ടീഷർട്ട് ഇട്ടാ ഇത് മാറ്റണം. എന്റെ ഡ്രസ് 1540 ഹാൻഡ്സ് മാറ്റണം. എന്റെ ഇത്ര ഹാൻഡ്സ് വേണ്ട. എത്ര നമ്പർ? 1540. ബ്രോ കളറൊക്കെ മാറിയില്ല മുടിയില്ല. ഇതിന്റെ കൈ മാറ്റണം.
ഒന്ന് മാറിക്കോ മാക്കെ ഫ്രണ്ടിൽ നിന്ന്. 1540 അതങ്ങ് ഹരവായി. ഇതല്ലേ? ജാക്കറ്റ് ഇല്ല, ടീഷർട്ട്. ഞങ്ങള് 2 റോബറി അടിച്ചിട്ട് വരാം. റോബറി അണ്ടിയാന്ന് ഇന്ന് വേറെ പണിയുണ്ട്. റോബറി ATM ഇങ്ങനെ കുത്തി കള്ളന്മാർ ഇതുപോലെ ഉണ്ടോ? അതിലോട്ട് ഇങ്ങനെ മുഴുകി കഴിഞ്ഞാ പിന്നെ അങ്ങ് അല്ലല്ല എന്തോ പറയുന്നത് അല്ല ആരേലും മറ്റേ ലേസർ ലൂണെ 10 മതി ഓനെ ഊക്കിയത് മതി, മനസ്സിലായോ? പൈസ ഇല്ല. സോറി ഫുഡില്ല ഫുഡില്ല, തൽക്കാലത്തിന് നമ്മൾ ചെയ്തതല്ലേ, പെട്ടെന്ന് ചെയ്തോണ്ട് നമുക്ക് ഇതുള്ളൂ, നമുക്ക് ചെയ്യാം. ബിലാൽ എന്തേ? 1540 ബിലാലെ ഹലോ. ടക്കായി പാൻറ്റോ? ടക്കായിക്ക് പാൻറ്റില്ല, ടക്കായി ചെട്ടിമലാണ്. ബിലാല് കത്തിയോ? നോക്കിയൊക്കെ എന്തേ? നോക്കിയ എല്ലാരും ഇവിടെ ഗ്യാങ് ഹൗസിൽ എന്താണ്? അല്ല ഗ്യാങ് ഹൗസിൽ തന്നെ ഈ ഡ്രസ് ഷോപ്പിൽ എന്താണ് എല്ലാരും ഡ്രസ് ഏത്? അതാരാ? അത് കോലീഡർ. സോറി ഇതെങ്ങനെ നിന്റെ കൈ അത് ഇതുപോലെ ഡ്രസ് ഉണ്ട്. എടാ ജെ ഇങ്ങനെ പാന്റ് ഞാൻ ഈ കളർ ഇല്ലാത്തോള് ബ്ലെൻഡ് ആവുന്ന കളർ. നീ വന്ന് ടീഷർട്ട് ഇടാ. ഞാൻ ഇട്ടു, ഞാൻ ഒരാളെ പിക്ക് ചെയ്തിട്ട് വരാം. ബിലാല് ഇതിഞ്ഞ് ഇന്ന് തൂറാൻ പോണ എവിടേക്കാരെന്ന് അറിയോ? ആ ഇംഗ്ലീഷുകാരുടെ അടുത്ത് എത്തും. അവിടെ എനിക്കൊന്നും പറയാൻ കിട്ടൂല. അതൊന്നും ഉണ്ടാവാൻ പോണേ ഉറപ്പാ. അവന്മാരെന്നെ ഉടുക്കുന്നു മിക്കവാറും. എന്ത് ഇംഗ്ലീഷ് ആയിരുന്നടാ അവന്മാരെന്നല്ലേ? തോർത്താ ഗ്യാങ് ഡ്രസ്സും തോർത്തോ? ശരി, ഇത് നല്ലേ, ബ്ലാക്കും ചേരും. ഞാൻ പിന്നെ ഇതിനോട് ചേരുന്ന ഒരു ചന്ദന കളറും കിട്ടും. കഴിഞ്ഞ ചത്താ ഗോവയ്ക്ക് വേറൊരു ഡ്രസ്, വേറെ പാന്റ് ഉണ്ടായിരുന്നടാ ബ്ലാക്കിൽ. നമ്മുടെ മറ്റേ അതല്ലേ ബാഗി ഉണ്ടായിരുന്നു എക്സില്. ബാഗി എനിക്ക് മനസ്സിലായി അതാന്ന്. അത് ഡീറ്റെയിൽസിനകത്തും കണ്ട. ഇതാണോ ഇതിന്റെ ബ്ലാക്ക് ആണോ? അല്ല ഇതിന്റെ ബ്ലാക്ക് അല്ല, വേറെ ബ്ലാക്ക് ഉണ്ടായിരുന്നടാ എന്ന് പറയണ. അതിവിടെ ഉണ്ട്. അന്ന് മനസ്സിലായി ഹേക്ക് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം വീട്ടി. അതാ ഇതാണ്. യെസ്, ദിസ് വൺ. ഹെൽമെറ്റ് വേണ്ടെന്നല്ലേ? പോവാം. കോണൊക്കെ വെച്ചിറങ്ങണം. സോറി അല്ലടാ ഇതെന്നെ അടിക്കുന്ന മൈര. എന്നാലേ എല്ലാരും വണ്ടി കയറിക്കാ. പോന്നാണ്. എന്നെ ബെൻസിൽ കൊണ്ടുപോ. ഏതെങ്കിലും ഒരു വണ്ടി താടാ. അവിടെ ഒരു വണ്ടി ഇല്ലടാ ഈ സിറ്റിയിൽ. എന്റെ ഒതുങ്ങടാ ജയ. നിന്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കഴപ്പ് കാണിക്കരുതെന്ന്. ഞാൻ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തെന്ന് ഒരു 10 ഓണം ഡ്രസ് എത്രല്ലേ ഉള്ളൂ? അങ്ങനെ തോന്നടാ നിങ്ങൾ ഹേറ്റേഴ്സ് എങ്ങനെ? അയ്യോ സൈഡ് നോക്കുന്ന സംസാരിക്കില്ല. ഞാൻ പറഞ്ഞ ഞാൻ വല്ല പറയുന്നില്ല. ഇത് കാണില്ലടാ ഇതിന്റെ. കേറി ഫോട്ടോ ഹെൽമെറ്റ് പോയിട്ടേക്ക്. മേക്ക കൊല്ലാൻ പോവാ. ചിക്കൻ 65 എപ്പ തന്നെ വെള്ളം പോയല്ല. ചിക്കൻ 65 കൊല്ലാൻ പോവാ. എന്നെ ഒരു ചീത്ത പറഞ്ഞാണ്. എല്ലാരും ഞാൻ പിങ് ഇട്ടരാ അവിടെ വരണേ.
തൊട്ട് വേണ്ടേ? തൊട്ട് എവിടെയാന്ന് അറിയില്ല. ടുട്ടിനൊക്കെ കിണ്ടി. ടുട്ടൊന്നും ഗ്യാങ്ങിലില്ല. ടുട്ടും പുട്ടും ഇന്ന് വരാത്തവന്മാരെല്ലാം റിമൂവ് ഇടും ഞാൻ. കൊറേ എണ്ണം കേറാൻ കഴിയാതെ അങ്ങനെ ഐ മീൻ കേറാനുള്ള പ്രശ്നം കൊണ്ട് അല്ലാത്ത എല്ലാരും ഇടിക്കല കടപ്പോക്ക് സവർ വാറാണ്. ഒരു വാറാണോ? ഇവിടെ അല്ല. എവിടെ ഇരുന്നത്? എന്താ നിന്റെ നേരെ കാണിക്കുന്ന? അല്ല നിന്നല്ല ഞാൻ അവന് കുറെ വരുന്ന പച്ച ബൈക്ക് വരുന്നുണ്ട്. ഇവിടെ വരാൻ പറ എല്ലാരോടും. ഈ പിങ്ങില് മിന്നുമോൾ എല്ലാരും ഈ പിങ്കില് വാ. എവിടെ ഭാഷയൊക്കെ എന്തേ? ഭാഷ ഇതാരാ? ഫിലിപ്പോ ഇൻസാഗി. ഇല്ല ഫ്യൂൽക്കാനൊക്കെ മേടിക്കാൻ എത്ര രൂപയെന്നറിയോ? പെട്രോൾ ഉറപ്പ് അടിക്കണായിരിക്കും. ഞാനാരാ? മിന്നലിനൊക്കെ ഇന്ന് കാണാട്ടോ സത്യം പറഞ്ഞു. ഫിലിപ്പോന്ന് വിളിക്കണം. എല്ലാരും വന്നവിടെ. ടർബോന്റെ ഒച്ചപ്പാട് എവിടെ സാർ എവിടെ ഇത് തന്നെ. വെയിറ്റ് ചെയ്യണ്ട പോ. ആരേലും റിവീൽ ആക്കും. പോട്ടെ. ഇത് എന്നാ അയ്യോ ഇറങ്ങി ഓടാ അത് നടക്കുള്ളൂ. വാ ഇന്റെ വണ്ടിന്റെ നാണം കെടുത്തല്ലട്ടാ. ഇടിച്ചു കയറ്റി നാലിന്റെ വണ്ടി ബാക്ക് തള്ളാൻ പറയാ. ബാക്ക് തള്ളിത്താ. വണ്ടി എണ്ണി കഴിഞ്ഞ അണ്ടി കഴിച്ച. ഇത് ഇവിടുത്തെ സിറ്റിയിലെ ഇവിടുത്തെ കോമൺ വണ്ടി ആട്ടോ. വണ്ടി ആരാ? നീയാണോ പണിഞ്ഞേ? ഇത് ഇവിടുത്തെ സാധാ നോർമൽ നമ്മൾ ഇറക്കിയിട്ടുള്ളൂ. ചുമ്മാ വണ്ടി ഡെലിവറി. ഇത് ഇതിന്റെ ലിവറി ചെയ്തത് ചാർലി ആട്ടാ. ഈ ലിവറി ചെയ്തത് ചാർലിയാണേ. പ്രണവേ വരുന്ന തന്നെ സിറ്റുവേഷൻ എടുക്കാനാണ്. ഇതെങ്ങനെയുണ്ട് ഗൈസ്? വെയിറ്റ് ചെയ്യും. ഒരു വണ്ടി എടുത്തോട്ടെ. ഗ്യാരേജ് ആയിട്ടില്ല. ആകെ വണ്ടി എടുത്താണ്ട് ഓട്ടിയാണ്ട് ഇതാക്കല്ല കേട്ടോ. അവിടെ തന്നെ വെക്ക്. ഇതാണ് ഇവിടുത്തെ കോമൺ വണ്ടി. വെയിറ്റ് ചെയ്യാ. എങ്ങനെ ഡെലിവറി? ഇതവിടെ ഇവിടെ ബിലാല് വന്നോ? ലേറ്റ് ആക്കാനോ ആവില്ലട മേക്കെ. പെട്ടെന്ന് തീർക്കണം. എനിക്ക് പെട്ടെന്ന് പോവാണ്ടെന്ന്. ഞാനുണ്ട്. അല്ല നിനക്ക് അവിടുന്ന് എടുത്തല്ലടാ. എനിക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഓടണം? എത്താറാവുമ്പോ എന്നോട് പറയണം. ഞാൻ രാവിലെ എത്തുള്ളൂ. എന്നാ രാവിലെ എത്തിക്കോളാം ഞാനും. അതല്ലേ നല്ലത്. പരിപാടി മറ്റന്നാളല്ലേ? LG7 അല്ലടാ. അതിങ്ങനെ 7 അത് Z മാത്രമേ ഉള്ളൂ ബാക്കില്. മനസ്സിലായോ? അത് RG7 അല്ല. അത് ലാസ്റ്റത്തെ 7 തല കുത്തനിട്ട പോലെ തോന്നുന്ന. മനസ്സിലായോ? അത് Z ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഷോക്ക് പോലെയാണ്. അത് മാറ്റമാണെന്നുണ്ടെങ്കിൽ ഓവറാൾ കൊള്ളാട്ടോ ചാർലി ചെയ്തത്. വെയിറ്റ് ചെയ്യേ. അല്ല ഈ പരിപാടി 9:30 നിങ്ങൾ എപ്പോ എത്തും? പരിപാടി 9:30 ഞാൻ രാവിലെ എത്തും. ഡ്രസ്സും വണ്ടിയൊക്കെ ആയിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇല്ലില്ല. ബിലാല് വരണടാ. ബിലാല് വന്നാലേ റിക്രൂട്ട്സ് നടക്കുള്ളൂ. റിക്രൂട്ട് ആവണല്ലോ. അപ്പാപ്പന ഇത് അയ്യേ എടാ. ഇത് നിങ്ങൾ പറയണ മാതിരി മറ്റേ അപ്പാപ്പനല്ല ഇത്.
ഇത് ഇവന്മാര് സെലക്ട് ചെയ്തതാ, മാക്കും മാലിക്കും കൂടിയും. എന്തോ എടാ, ഇത് അപ്പാപ്പനൊന്നും അല്ല. എടാ, ഇത് വ്യൂസ് ആടാ. എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താണോ മാക്കേ? ഗൈസ്, ഇത് നമ്മുടെ പേരിന്റെ അറ്റത്തുള്ള വ്യൂസ് ഇല്ലേ, ആ വ്യൂസ് ആണിത്. മനസ്സിലായോ? മറ്റേ അറിയാത്തവരുണ്ടോ? കൊമിക്സിലൊക്കെ മറ്റേ ഭൂമി പൊക്കി നിൽക്കുന്ന ചങ്ങായി, പൊക്കിന്ന ഭൂമി പൊക്കുന്ന ചങ്ങായി മറ്റേ എടാ, വ്യൂസ് ആരെന്ന് അറിയാത്തവര് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് അതന്നെ ഗോഡ്, ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഏറ്റവും വലിയ ദൈവങ്ങളുടെ ദൈവം. മനസ്സിലായോ? അതെ. എന്തോ ഡെവിലല്ലേ നമ്മള് നോക്കിയിരുന്നേ. ലൂസിഫർ കഴിഞ്ഞ പ്രാവശ്യം ലൂസിഫർ ആക്കിയത്. ഭൂമി പൊക്കുന്ന ഹോർലിക്സ് അല്ലേ? ഹോർലിക്സ് അല്ല, ബൂസ്റ്റ്. വണ്ടി ഡെയിലി വണ്ടിമേ എടാ എല്ലാരും ഗ്യാങ് വണ്ടി ഈ വണ്ടി എടുത്താണ്ട് വായോ, ബാക്കിലായോ? അല്ല ശരിക്ക് 9:30 ആയിരിക്കല്ലേ പരിപാടി? രാവിലെ അല്ലേ? ആ, നിങ്ങൾ അവ എപ്പ എത്താനാ? എത്തും. ഞാനൊരു 8 മണി 8:30 ആ സമയത്തേക്ക് എത്താം. 9 മണിയൊക്കെ ആകുമ്പത്തേക്ക് എത്തിയാ മതി. നിങ്ങൾ തിരക്കായിരിക്കൂലേ? പയ്യെത്തിയാ മതി, മാക്ക് വരണമൊന്നും ഇല്ലാതൊക്കെ പറയുന്നത്. ഇല്ലില്ല നമ്മളെ പഴയ ഓൾഡ് ഗ്യാങ് ഹൗസ് തന്നെയാണ്. കുറച്ച് ദിവസത്തിനൂടെ ടെമ്പററി ഗ്യാങ് ഹൗസ്. അവിടെ വണ്ടി പുറത്തിട്ടാ മതി, എല്ലാരും കൂടി വണ്ടി അകത്ത് കയറ്റില്ലേ, പുറത്തിട്ടാണ്. അപ്പൊ ഇന്ന് സർപ്രൈസ് ആയിട്ട് പുതിയ കൊടുക്കുന്നില്ല? സർപ്രൈസ് ക്യാൻസൽ ആക്കിയാ മറ്റേ പുതിയ ഗ്യാങ് ഹൗസ്? ഇല്ല, അത് 2-3 ദിവസം കഴിയട്ടെ. ഇതിപ്പോ ഇന്നൊക്കെ പാടെ ചെയ്യാൻ കഴിയില്ല, ഞാൻ പോകേണ്ടതുണ്ട്. ഇല്ല, അത് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ കിട്ടും. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാരും എനക്ക് വീഡിയോ തരാൻ അതെ. എവിടെ എല്ലാരും ഗ്യാങ് ഹൗസിൽ ഒന്നാണ് 6203 എല്ലാരും വട്ടത്തിൽ നിൽക്കണ്ട. മുമ്പ് എങ്ങനെ നിന്നേന്ന് വെച്ചാ അങ്ങനെ തന്നെ നിന്നാ മതി. അയ്യോ, പി എല് കത്തിയോ? ഇല്ലില്ല, അത് തോന്നുന്ന അല്ലല്ല, പി എൽ ഉണ്ട്. അതൊരു കാലടാ. റേഡിയോ 7 ഇല്ല, അതൊക്കെ ചെയ്യും. അത് ടർബോ ഗ്യാങ് ഡ്രസ് ഇട്ടാണ് അവിടെ വന്ന് എന്ത് ഉസ്മാനെ പെട്ടെന്ന് വാ. ലൊക്കേഷൻ 6203 ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് വാ. അങ്ങനെ ഉസ്മാൻ പിന്നെ തിരിച്ച് ഗ്യാങ് ഡ്രസ് സൗണ്ട് ലോ ആണെന്നുണ്ടെങ്കിൽ സഹിച്ചളഞ്ഞ് അല്ലാതെ ഒന്നും പറയാനില്ല. നേരെ നിക്കടാ, ആരെങ്കിലും കേറി നിക്കടാ, ഡിലേ ആക്കല്ലേ. എന്താണിത്? അടാ ഒതുങ്ങിയാണ്. എല്ലാരും ഒന്ന് ലൈനപ്പായി നിന്നാണ് പെട്ടെന്ന്. ബാക്കിയുള്ളവരതേ എടാ ലൈന് റെഡി അല്ല കേട്ടോ. ബ്ലേക്കിന്റെ ലൈനൊന്നും റെഡി അല്ല, ഭയങ്കര വളഞ്ഞു. അത് പണ്ടേ റെഡി അല്ല, അറിയാലോ. കുറുപ്പ് എന്തേ? കുറുപ്പേടെ? ആ ഓക്കെ. എന്നാ റേഡിയോ കയറാൻ പറ കുറുപ്പിന്റെ അടുത്ത്. ബിലാൽ എന്തായി? ബിലാലിനെ വിളിക്കട്ടെ. ബിലാലാണ് റിപ്പോർട്ട് വിളിക്കാനുള്ള ആള്. ജാക്കറ്റിന്റെ ബാക്ക് കൊള്ളാൻ കേട്ടോ ശരിക്ക്. അല്ല എല്ലാം എന്തായി? ജാക്കറ്റിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ണോ ശബ്ദം ഉണ്ടാക്കിയേ? 31 ഈ സമയത്ത് എന്തിനാണ് ബിലാലെ ക്രാഷ് ചെയ്തത്? എല്ലാരും മിക്കവാറും ക്രാഷ് ആവും. 23 എന്തായാലും
22 PL കൂടുന്നുണ്ട് മിക്കവാറും ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ നിനക്കൊക്കെ? എന്ത് വെക്കണം ശബ്ദം കോപ്പൊക്കെ ഉണ്ടാക്കുന്നേ? ബാനർ കാണിക്കാനായിട്ടില്ല ബാനർ നമുക്ക് വെൽക്കം ചെയ്യുമ്പോ ഇതാക്കാം. എന്താടാ അത് PL ഇത്ര മേക്കെ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക കത്തിപ്പോവല്ലേ എന്ന്. കത്തിക്കോട്ടെ കത്തുന്ന നല്ല ചോദ്യചിഹ്നാവണേക്കാളും നല്ലത് ഇതാടാ. എല്ലാവർക്കും കുറെ പേര് പുറത്ത് കയറാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. പക്ഷെ കേറാൻ പറ്റില്ലെങ്കിൽ എന്തിരി ലേറ്റ് ആയി പോയേ. ഫുള്ള് കുറുപ്പാ. ഹലോ എന്തോന്നുള്ള കുറിപ്പ് കോലം സത്യം പറയാലോ എന്താന്നത് കിട്ടിയത് മാലിക്കിന്റെ ഓർമ്മക്ക് വേണ്ടിട്ട് ആ കണ്ണട ഇട്ടതാണ്. മാസ്ക് എന്തിനാ? മാസ്ക് മുഖം ശരിയല്ല, ഞാൻ പെട്ടെന്നുള്ളതൊക്കെ ഇട്ടങ്ങ് വന്നതാണ്. കുരിശ് എവിടെ പോയി? കുറിപ്പ് വന്നടാ. ഞങ്ങളുടെ ഫ്രണ്ടിൽ നിപ്പുണ്ട് വലത്തെ സൈഡിൽ. ഹൗ ഡു ആ വലിയൊരു കുരിശ്. കുക്കിയല്ലേ? എന്തായി? ഇച്ചിരി റിക്രൂട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ ബിലാൽ വരണം. നമുക്ക് മറ്റേ പരിപാടിക്ക് പോണ്ട, മീറ്റിംഗ് ഇല്ല. അതുണ്ട്, റിക്രൂട്ട്സ് വിളിച്ചിട്ട് പോയാ പോരെ? അല്ലെങ്കിൽ അതിന് പോയിട്ട് വരണം നമ്മള്. നമുക്ക് പോയിട്ട് വന്നിട്ട് റിക്രൂട്ട് വിളിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആക്കല്ലേ ബിലാൽ? കത്തി പോണെങ്കിലാ? കത്തി പോവോ? പേടി എനിക്കും അതാ പേടി. പിന്നെ എല്ലാരും സ്പ്ലിറ്റഡ് ആയി പോയി. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് പോവാ, ഇത് കഴിഞ്ഞിട്ട് പോവാം. ഇല്ലടാ, റിക്രൂട്ട്സ് വിളിച്ചിട്ട് അതിന് പോവാനതിന് റിക്രൂട്ട്സ് വിളിക്കാനതിന് ബിലാൽ വരണം. ബിലാൽ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അതാ പ്രശ്നം. ബിലാൽ ലോഡിങ്ങില്ല. ബിലാൽ ലോഡിങ്ങില്ല. അതിപ്പോ കേറും തോന്നുന്നു. കൊറേ പേര് കത്തി PL കൂടിയായിരുന്നു, അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് കേറിയത്. കുറെ ആൾക്കാർ കത്തിയും തോന്നുന്നു, PL കൂടിയായിരുന്നു. സിനിമാറ്റിക്സ് ഉണ്ടോന്നാ? സിനിമാറ്റിക്സ് ഒരു ഇൻട്രോ പോലത്തെ സിനിമാറ്റിക്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ചെറുക്കതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. GTA തന്നെ ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവില്ല. സിനിമാറ്റിക്സ് നമ്മൾ റിക്രൂട്ട്മെന്റ് വിളിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ. ഒരു ചെറിയൊരു 1.25 മിനിറ്റിന്റെ ഒരു സിനിമാറ്റിക്സ് ഉണ്ട്, അത് ചിലപ്പോൾ ലാസ്റ്റ് നമ്മൾ കാണിക്കാം. ഓക്കെ, റിക്രൂട്ട്സ് വിളിച്ച് കഴിഞ്ഞിട്ടായിരിക്കും അത് കാണിക്കുക. അതിപ്പോ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഗ്രൂപ്പ് വെക്ക്. ഷേക്കോ കുറിപ്പ് ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പ് വെക്ക്. പൈസ അല്ലേ? മാലിക് എഫേർട്ട്, അതാ മാലിക്കിന്റെ എഫേർട്ട് ഒന്നും ആരും അത്ര എഫേർട്ട് ഇടൂല ഗൈസ്. ഓന് ഞാനൊരു സത്യം പറയാലോ, മാലിക് ഇപ്പൊ ഞാൻ ചെയ്യണ സിനിമാറ്റിക്സ് തന്നെ ഇപ്പൊ 8:45 സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റാർട്ട് ചെയ്തിട്ട് റിക്രൂട്ട്മെന്റ് എടുക്കണമെങ്കിൽ ബിലാൽ തന്നെ വരണം. അത് വരണം, അത് വരാതെ നടക്കില്ല. കാരണം ബിലാല് വന്നിട്ടേ നടക്കുള്ളൂ. ബിലാൽ ഇച്ചിരി നമുക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പറയാനുള്ളതെല്ലാം പറഞ്ഞായിരുന്നു. നമുക്ക് അന്ന് മീറ്റിംഗിലോട്ട് കാര്യം ഫോർവേഡ് ചെയ്യാം. ഷേക്കല്ല, മീറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം. ഷേക്ക് ഇവിടെ ഇപ്പൊ എത്ര പേരിക്ക് പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് പോണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പറയണ്ട, മാക്ക് സംസാരിക്ക്. ഞാൻ പറയട്ടെ, പപ്പു ജോഷ് എല്ലാവർക്കും കേറാൻ പറ്റുന്നില്ലടാ. ഇത് സിറ്റി റേഡിയോ കേൾക്കാം, എല്ലാരും റേഡിയോ കേൾക്കാം. ഹലോ, ഓക്കെ. അപ്പം അങ്ങനെ നമ്മള് ഇന്ന് ഒഫീഷ്യലി ഗ്യാങ് ആവും. കാർട്ടലിന്റെ മീറ്റിംഗ് കൂടെ കഴിയുമ്പോ എനിക്ക് അതില് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറച്ച് ദിവസമായിട്ട് സിറ്റിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മള് കുറെ ആയിട്ട് ഭയങ്കര അടിയാണ്, മനസ്സിലായില്ലേ? അതിപ്പോ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കുറയ്ക്കത്തില്ല. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നാളെ തൊട്ട് ഗ്യാങ് ആണ്. അപ്പൊ ഗ്യാങ്ങിന്റെ പേര് കളയാനും പറ്റത്തില്ല. അപ്പൊ നാളെ തൊട്ട് സിറ്റിയിൽ കയറുമ്പോ എന്തെങ്കിലും അടി ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരാൾ പോലും ഹോസ്റ്റേജ് പോകാൻ പറ്റത്തില്ല. സിറ്റുവേഷൻ എടുക്കുമ്പോൾ നിങ്ങൾ അടിക്കുമെന്ന് ഉറപ്പുള്ളപ്പം കയറി അടിക്കുക, തീർക്കുക, വരിക അവിടെ ഉള്ളവരെ കൊണ്ട്, മനസ്സിലായില്ലേ? ചുമ്മാ നമ്മൾ പണ്ടത്തെ പോലെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ 2 പേരുള്ളപ്പോ കയറി മാസ് അടിച്ച് നമുക്ക് അവരെ ഷോ കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം നമുക്ക് അടിക്കാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മൾ ആൾക്കാരുള്ളപ്പോ കയറി അടിച്ച് തീർക്കുക. എല്ലാ മാക്സിമം സിറ്റുവേഷൻ എല്ലാം
നമ്മള് ഉള്ളപ്പം ആൾക്കാരുള്ളപ്പം വിളിക്കുകയോ ഒന്നെങ്കിൽ മാക്കോ ഷെയ്ക്കോ ഞാനോ അല്ലെങ്കിൽ ബ്ലേക്കോ ബിലാലോ ആരെങ്കിലും ഉള്ളപ്പം സിറ്റുവേഷൻ ഒക്കെ നോക്കുക. മനസ്സിലായില്ലേ? സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ ഒരാൾ വേണം എപ്പോഴും. നിങ്ങൾ മാത്രം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പല പ്രശ്നങ്ങളും വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ സിറ്റുവേഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാരും മാക്സിമം എല്ലാരും ഉണ്ടോന്ന് നോക്കിയിട്ടൊക്കെ സിറ്റുവേഷൻസ് നോക്കുക. സിറ്റുവേഷൻസ് വേണ്ടെന്നല്ല, ഇവിടെ നിന്ന് ഇനിയിപ്പം ഇത്രയും നാളും കണ്ടതുപോലെ ഹോസ്റ്റേജ് ആരും പോകാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഇതെനിക്ക് കുറെ ദിവസം കൊണ്ട് പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ, കേക്കാവോ? പോയാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ ഒന്നുമില്ലേ? പറ. ഇല്ല മാക്കിന് എന്തോ ലാഗ് ഒന്നും. അല്ല, ഈ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അത് ഇപ്പോഴത്തെ വരും. അഞ്ചാമത്തെ സ്ലോട്ട് അഞ്ചേക്കണം. അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് അതിന്റെ മുകളിൽ സംസാരിക്കാൻ ഒന്നും കിട്ടൂല. കാരണം എന്താ പറയുക, എന്റെ മൈൻഡ് ഫുള്ള് ഈ റിക്രൂട്ട്സിന്റെ ബാക്കിലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഞാൻ പറയാൻ എനിക്കിപ്പം പറയാനില്ല സത്യം പറഞ്ഞാൽ. സ്വയം അത് അനുഭവിക്കേണ്ട വരും. അത് ഹോൾ ഗ്യാങ്ങിനെ ബാധിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ കേൾക്കുക. ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ഒരു കാര്യം പറയിപ്പിക്കാതിരിക്കുക. ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരു കാര്യം ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പറയിപ്പിക്കാതിരിക്കുക. അത് ഒരു പ്രാവശ്യം പറയുമ്പോ തന്നെ കേൾക്കുക. അതാവുമ്പോ ഗ്യാങ്ങിനും നല്ലതായിരിക്കും. എന്തായാലും നമ്മൾ എന്തായാലും ഗ്യാങ്ങിന് മോശം വരുന്ന ഡിസിഷൻ ഒന്നും എടുത്ത് നിങ്ങളുടെ അടുത്ത് പറയത്തില്ല. അപ്പൊ മാക്സിമം എല്ലാരും പറയുന്നത് കേട്ട് മുന്നോട്ട് പോവാം. അപ്പൊ നിങ്ങൾക്കും നല്ലതാ, ഗ്യാങ്ങിനും നല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമില്ല. ഇതുപോലെ ഇങ്ങനെ ഹോസ്റ്റേജും പോവാതെ അൺവാണ്ടഡ് സിറ്റുവേഷനിൽ നമ്മൾ ഡൗൺ ആവാതെ പ്രോപ്പർ ഡോമിനേറ്റിംഗ് ആയിട്ട് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് പറയണത്. അതെനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതിനാണ് ഞാൻ പെട്ടെന്ന് കഴിച്ചത്. പിന്നെ ഒരു മെയിൻ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം റീസെൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, എന്ത് ചെയ്താലും ഇവിടെ ഈ സിറ്റിയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നുള്ള തോന്നലിൽ റൂൾസ് നോക്കിയിട്ടൊന്നും അല്ല, തോന്നിയ പോലെയുള്ള കളിയാണ്. അങ്ങനത്തെ രീതിയിൽ കളിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? അപ്പുറത്തുനിന്നൊക്കെ വെറുതെ അടിച്ച് കിട്ടിയ ആൾക്കാരുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് മൗത്ത് കൺട്രോൾ ചെയ്യാതെയും അതേപോലെ തോന്നിയമാരും കളിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ കളിക്കണ്ട. പ്രോപ്പർ റൂള് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ കളിച്ചാൽ മതി. ഒരാൾ ഇവിടുന്ന് എന്താ പറയുക, ബാനോ എന്തെങ്കിലും വാങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്നിപ്പം നിലവിൽ നമ്മളെ ഫാമിലിക്ക് 2 പേരെ വരുള്ളൂ. വരും ദിവസങ്ങളിൽ ഇതേപോലെ കുറച്ച് പേര് കുറച്ച് ആൾക്കാർ ഇതേപോലെ വരും. പക്ഷേ 30 ആൾക്കാരാണ് ഇവിടെ. ഇനീഷ്യലാണെന്നുണ്ടെങ്കിലും പ്രീവാർ ആണെന്നുണ്ടെങ്കിലും അടിക്കണമെന്നുണ്ടെങ്കിൽ 30 ആൾ ആണ് കൗണ്ട്. നമുക്ക് 30 പോയിട്ട് നമ്മൾ ആൾറെഡി 26 പേരുള്ളൂ. ഇല്ല, ടർബോ മിന്നലടക്കം 26 പേരല്ലേ നമ്മള്? ടർബോ മിന്നലടക്കം 26 പേരാണ്. അതിലേക്ക് ഇനി 2 പേര് കൂടി വന്നാൽ തന്നെ നമ്മൾ 28 പേരുള്ളൂ. പിന്നെ അതിൻ്റെ പുറമെ ഈ ആവശ്യമില്ലാത്ത ബാനുകൾ വാങ്ങിയാൽ പുറത്ത് അങ്ങനെ ഇരിക്കേണ്ടി വരും. വേറെ റിക്രൂട്ട്സ് എടുക്കും, പുറത്ത് പോയാൽ മുമ്പത്തെ അതേപോലെ തന്നെ പുറത്ത് ഇരിക്കേണ്ടി വരും. പിന്നെ കയറണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ആർക്കെങ്കിലും ബാങ്ക് കിട്ടിയാലേ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ കഴിയുള്ളൂ. അപ്പോൾ ആ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ നിൽക്കരുത്. നല്ലോണം റൂള് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ കളിച്ചാൽ മതി എല്ലാവരും. വേറെ ഒരു മിനിറ്റ്, പീഡിന് ഒരു റെസ്പെക്റ്റും ഇല്ലാത്ത പരിപാടിയാണ്. അപ്പുറത്ത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഒറ്റ ഒന്നിനും. ഇവിടെ പീഡിനായിട്ടൊക്കെ തോന്നിയ പോലത്തെ പരിപാടിയാണ്. ആ സാധനം ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലായില്ലേ? അല്ല, ഞാൻ ശരിക്കും പീഡിക്കകത്ത് കയറി ഫയർ ചെയ്ത ആരായിരുന്ന? റാപ്പിഡ് ബൂസ്റ്റാ അതാര്? നീ എവിടെ നിന്ന് പഠിച്ചതാ പീഡിക്കകത്ത് കയറി ഫയർ ചെയ്യാൻ? വണ്ടി അതും ബൈക്ക് ഓടിച്ച് കയറി. അത് ഗോഡ് കേറ്റതാ. ആ ഗോഡിന് എന്റെ വക ഉണ്ട്. അടുത്തത് ഫയർ ചെയ്യാനുള്ള സാധനം ആരാണ് പെർമിഷൻ തന്നത്? അതെങ്ങനെ ചെയ്യുന്നേ പീഡിക്കകത്ത് കേറിയിട്ട്? പിന്നെ പറഞ്ഞ അങ്ങനെ മനസ്സിലായില്ല. അങ്ങനെ ഓക്കെ. വലിയ കാര്യം. ഇപ്പൊ നമ്മള് പോണത് കാട്ടിൽ ഒരു 3-4 പേരുണ്ട്. അവരെയും കൂടെ അടിക്കുക. ഒറ്റക്കിട്ട് തരാം. എടാ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് മീറ്റിംഗ്സ് ഒക്കെ ഇവിടെ ഗ്രൈൻഡ് ചെയ്യേണ്ട ഇതുണ്ട്. മനസ്സിലായില്ലേ? ഉച്ചക്ക് കേറുന്നവര് നിങ്ങൾ ഈ
നിങ്ങൾക്കുള്ള ബ്ലാക്ക് മണി നമ്മളത് പ്രൊവൈഡ് ചെയ്യാം ഇവിടെ നിന്ന്. നിങ്ങൾ അതിന്റെ ടാബ്ലറ്റ് വാങ്ങിച്ച് ചുമ്മാ കുറച്ചേരം ഇരിക്കുമ്പോ എന്തായാലും ഉച്ചയ്ക്ക് കുറച്ച് ടീമുണ്ട്. ആ ടീം ഇപ്പൊ ഭാഷയുണ്ട്, പപ്പു ഉണ്ട്, നോക്കിയുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. നിങ്ങൾ അതൊരു ഹെഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു സെക്ഷൻ ആയിട്ട് കുറച്ച് ഹീലിങ്സ് ഒക്കെ ചെയ്യണം ഭാഷയെ. അപ്പൊ അങ്ങനെ അപ്പൊ കുറച്ച് വള്ളി അങ്ങനെ കുറഞ്ഞു കിട്ടും നിങ്ങൾക്ക്, മനസ്സിലായില്ലേ? അവ എടാ കാര്യമായിട്ട് പറഞ്ഞത്. ഹീലിങ്സ് മാത്രമല്ല, ഡ്രഗേസ്റ്റ് ഇതെല്ലാം അടിക്കാൻ പറ്റും. പീഡിയെല്ലാം ആക്റ്റീവ്. മറ്റേ പീഡിയൊക്കെ ഇവിടെ നല്ല ആക്റ്റീവ് ആണ്. ഒരു ടീമായിട്ട് അങ്ങനെ റോബറിക്ക് പോകും. പിന്നെ ഗ്യാങ് ആക്ടിവിറ്റിക്ക് നമുക്ക് ആരെങ്കിലൊക്കെ ഇപ്പൊ കുറച്ചാണ് തന്നെ വള്ളി എടുക്കണോന്ന് നിങ്ങൾ പറഞ്ഞില്ല, അതൊക്കെ നമുക്ക് എടുക്കാം. മനസ്സിലായി? ഇന്ന് സാധനങ്ങൾ എന്തായാലും കിട്ടും. 2 ദിവസം കഴിയട്ടെ. നിങ്ങൾ കുറച്ച് നമുക്ക് ഇച്ചിരി ഹീലിങ്സ് ഗ്രൈൻഡ് ചെയ്യാറുണ്ട്, അത് ഒരു സ്റ്റോക്ക് ആക്കി വെച്ചിട്ട് നമുക്ക് അടി തുടങ്ങാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ബ്ലാക്ക് മണി ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് കാർബൈനും വാങ്ങിച്ചു വെക്കാൻ പറ്റും, സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. 2 ദിവസം കൂടെ എന്തോ ഉള്ളൂ. പറ്റുന്നവര് ബ്ലാക്ക് മണി ഗ്രൈൻഡ് ചെയ്ത് തരാൻ നോക്ക്, നമുക്ക് ഗണ്ണ് വാങ്ങാം. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് ഗണ്ണ് ഇനി തൊട്ട് മറ്റേ അറ്റാച്ച്മെന്റ് വെച്ച് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ലെന്നാ കേട്ടെ. അത് വെപ്പൺ അറ്റാച്ച്മെന്റ് ഒക്കെ കേട്ടെ. കാർബൈൻ ഒക്കെ ഏറ്റവും പവർ കുറഞ്ഞ ഗണ്ണെന്നാ കേട്ടെ. ഗ്യാസിൽ വേറെ ഏതോ ഗണ്ണാണല്ലേ? അത് സംഭവം വെച്ചാൽ വാർഗണ്ണുണ്ട്. വാർഗണ്ണ് നമുക്ക് കിട്ടും 15 എണ്ണം. വാർഗണ്ണും ഉണ്ട്, ബോഗണ്ണ്. സത്യം പറഞ്ഞാൽ ഇന്ന് കാർട്ടലിന്റെ മീറ്റിങ്ങിന് പോകുമ്പോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് പറഞ്ഞു തരും അവിടെ. ബിലാല് ബിലാല് കേറി വെയിറ്റ് സംസാരിച്ചോ? വേറെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ സംഭവം വെച്ചാൽ ഇന്നലെ നമ്മള് കാർട്ടലിന്റെ മീറ്റിങ്ങിന് പോയ സമയത്ത് ഇപ്പം അവര് പറഞ്ഞായിരുന്നു നമുക്ക് സെക്ഷൻ ആയിട്ട് രണ്ട് ടീം ബ്ലാക്ക് മണി, ഒരു ടീം ഹീലിങ്സ്, ഒരു ടീം മറ്റേ റോബറി, അങ്ങനെയൊക്കെ അടിക്കാൻ. അപ്പൊ എന്നാലേ ഒരു ഗ്യാങ്ങിനെ ഫുൾ ആയിട്ട് ഇവിടെ റൺ ചെയ്യാൻ പറ്റും. ഫുള്ളി ഒരു സിസ്റ്റം ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പം റൺ ചെയ്യാനായിട്ട് എനിക്ക് ചുമതലയായിട്ട് തോന്നിയ കുറച്ച് പേരാണ് ഭാഷ, ബ്ലേക്ക്, നോക്കിയ, പപ്പു, ടെർബോ. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പം ഇവരെല്ലാരും ഇപ്പം എനിക്ക് പോലും ഗ്യാങ്ങിന്റെ പ്ലേ ടീം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഇവരെല്ലാരും കയറി തീർത്തത്. അപ്പൊ അതില് ഞാൻ എല്ലാരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. താങ്ക് യു. പിന്നെന്താണ്? മീറ്റിങ്ങിന് പോകുമ്പോ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് കാണിക്കുന്ന പോലെ അവിടെ നിന്ന് വരകരുത്. ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. അവരെന്ന് പറഞ്ഞാല് ഞങ്ങൾ ഇന്നലെ മീറ്റിങ്ങിന് പോയപ്പോ അവര് 3 പേരെ ഉള്ളെങ്കിൽ പോലും അവര് അത്രയ്ക്ക് ഡിസിപ്ലിനോട് കൂടിയാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത്. സോ അവര് തിരിച്ച് നമ്മുടെ അടുത്തുനിന്നും അത് എക്സ്പെക്ട് ചെയ്യും. അവരവിടെ കോമഡി കേൾക്കാനോ കോമഡി കാണാനോ നിൽക്കുന്ന ആൾക്കാരല്ല. അത് എല്ലാവരുടെയും മൈൻഡിൽ വെച്ചോ. അവരിവിടുത്തെ ഒരു ഹയറാർക്കിയാണ്. അവരാണ് നമുക്കെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവര് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാങ് ആവൂല. സോ മീറ്റിംഗിൽ 100% എല്ലാവരുടെയും ഡിസിപ്ലിൻ എങ്ങാണ്. ഏതെങ്കിലും ഒരുത്തൻ എന്ത് തമാശ കുമാശ എന്നൊക്കെ പിന്നെ പറഞ്ഞാലും അത് തമാശ കാണിക്കേണ്ട സ്ഥലമല്ല. അവിടെ എങ്ങാനും പോയിട്ട് എന്തെങ്കിലും കാണിച്ചെന്ന് ഞാൻ കണ്ട ബാക്കി ഞാൻ ഇപ്പൊ പറയാം. അത് മാത്രമല്ല, വേറെ ഏതൊരു ഗ്യാങ് ആവാൻ വേണ്ടി നിന്ന ടൈമിൽ അവരെന്തോ കളിയാക്കി എന്ന് പറഞ്ഞ് ഗ്യാങ് ആവാതെ അവരെ വിട്ടവര്. നമുക്ക് പ്രശ്നമാണ്. പപ്പടം ഹലോ, അവിടെ പോയോ? പപ്പടം തടിയെന്ന് വിളിക്കണ്ട. പപ്പു അറിയില്ല, കൊറേ പേർക്ക് ഇതാണ്. കൊറേ പേര് ഇങ്ങോട്ട് വാ. പപ്പുവിനോട് പറയണം തടിയെന്ന് വിളിക്കണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പോയിട്ടോ. ബിലാല് കേറിയില്ലേ? ബിലാല് റേഡിയോ കേറിയാ? അല്ല റേഡിയോ കേറിയില്ലേ? എടാ പുറത്തൊന്ന് ബിലാലിനോട് റേഡിയോ കയറാൻ പറ. ഞാൻ കേറിയ എല്ലാം റെഡിയാ. ഹലോ ചാച്ചില്ലോ. എന്തായി ബിലാലെ? ഞാന് വന്നോണ്ടിരിക്കുക. ഒരാള് മറ്റേ എയർപോർട്ടിൽ എത്തിയിട്ടുള്ളൂ. അപ്പൊ അവനെ പിക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ പെട്ടെന്ന് വാ. എടാ ഒന്ന് ലൈന് പ്രോപ്പർ ആയി കാണേ. ഈ ലൈൻ ഒന്നും പ്രോപ്പർ അല്ല. ഒന്ന് പ്രോപ്പർ ലൈൻ ആയി എന്നാണ്. എന്താ ഇത് ഡിസിപ്ലിൻ ഇല്ലാതെ? റൈറ്റിൽ നിന്നാ കുറച്ചും കൂടി റൈറ്റിൽ നിന്നാണ്.
എടാ എന്റെ ബാക്കിലുള്ളതിൽ എന്റെ ബാക്കിലോട്ട് ഗൾഫിൽ നിന്നാണ് വരുന്നത്. എന്റെ ബാക്കിലുള്ളതിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചില്ലാവോ ഗൈസ്. ബ്ലേക്ക് നീ എന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനത്തെ നിങ്ങൾക്കൊന്നും ഒരു കാര്യം പറയാം, ബിലാല് ഇല്ലാതെ ഈ പരിപാടി നടക്കൂല, മനസ്സിലായോ? ബിലാൽ ഇടുന്ന ഇങ്ങനത്തെ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട്. നമ്മളെ ഗ്യാങ് കിഡിലാണ്. എടുക്കുമ്പോ ഫസ്റ്റ് ആള് നമ്മളെത്ര ആളുണ്ട് അവരെത്ര ആളുണ്ട് നോക്കിട്ട് എടുത്ത വളരെ നന്നായിരുന്നു. അതാണ് ഞാൻ മെയിൻലി പറഞ്ഞത്, മനസ്സിലായോ? യോജിക്കുന്നു നോക്കിയ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഞാനും യോജിക്കുന്നു. അതെല്ലാം നിങ്ങൾ വേണം നോക്കിയാ, മനസ്സിലായില്ലേ? നോക്കിയേ, ഉച്ചയ്ക്കൊന്നും ചിലപ്പോ നമുക്ക് കാണാൻ പറ്റൂല, ആ സമയത്ത് നിങ്ങളത് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞത്. നിങ്ങൾ സിറ്റുവേഷൻ നിങ്ങളായിരിക്കും ഉച്ചയ്ക്ക് ആക്റ്റീവ് കൂടുതൽ, ആ സമയത്ത് നിങ്ങൾ നോക്കണം, നമ്മളുണ്ടോന്ന് കൂടെ നോക്കിയിട്ട് വേണം ഒരു സിറ്റുവേഷൻ എടുക്കാൻ. കാരണം നമ്മൾ അറിയാലോ 26 പേരേ ഉള്ളൂ. അടിക്കണം അത്രയും മുട്ടി നിൽക്കുന്ന റോബറി ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഫുൾ റോബറീസ് ഉണ്ട്, ഏത് റോബറി ആണെങ്കിലും അടിക്കാം. അപ്പൊ നിങ്ങൾക്ക് അടിക്കാനുള്ള ഓപ്ഷനായി. ഈ വള്ളി എടുത്ത് തന്നെ റോബറി അടിച്ചാൽ നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ 2 ഡ്രഗ് വേസ്റ്റ് അടിച്ചായിരുന്നു. ഏകദേശം എനിക്ക് ഒന്ന് 2-3 വാറിനുള്ള സാധനങ്ങൾ കിട്ടി. ഹീലിംഗ്സ് എല്ലാം ബ്ലാക്ക് മണി എല്ലാം. ഉസ്മാനൊക്കെയാണ് ഇല്ലീഗൽ ഇപ്പോ ഒരു ഡ്രഗ് വേസ്റ്റ് ഒക്കെ എനിക്ക് 2 മണിക്കൂറല്ലേ ഡ്രഗ് വേസ്റ്റ് കൂൾ ഡൗൺ ഉള്ളൂ. അത്ര കുറച്ചേ ഉള്ളൂ. എനിക്ക് 1-2 കാണത്തുള്ളൂ. മെയിൻ വള്ളി നമ്മളെ ഗാങ്ങിലെ ഡെയിലി ഒരു 2 എണ്ണം അടിച്ചാ മതി. ഇത്രയും പിള്ളേരുണ്ടല്ലോ, ഒരു 8 പേര് ചേർന്ന് 2 എണ്ണം അടിക്കേ. എന്തുവാടാ ഡ്രഗ് വേസ്റ്റ് മാക്ക് നല്ല പരിപാടിയാണ്. മാക്കിനെ ഓർമ്മിപ്പിക്കല്ലേ, ലേസർ കൊണ്ട് ചത്തതാ ബാക്ക് ഡ്രഗ് വേസ്റ്റിൽ. പപ്പുവാണോ പപ്പുവാണോ നോക്കിയാണോ മെയിൻ വള്ളി? തക്കായ എന്തേലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഒന്നും പറയില്ല. എല്ലാരും ചരൺ കോലീഡർ. ഞാൻ പറയട്ടെ, ബിലാലില്ലാതെ നടക്കൂല റിക്രൂട്ട്സ്, അതുകൊണ്ടാണ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതാണ് ബിലാൽ ഇടുന്ന എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാത്തവരൊക്കെ പറഞ്ഞു വിട്ടെ. അങ്ങനെയാണ്. ചന്ദ്രന്റെ ഇവിടെ ഒന്ന് അഫ്കായി നിക്കാണല്ലേ. അപ്പൊ സാർ പ്ലീസ് എന്തെങ്കിലും 2 വാക്ക്. മാക്കിനോടുന്ന ബന്ധങ്ങളുണ്ട്. ബിലാലെ ആദ്യം നടത്തൊന്ന് മാറ്റി സഹോദര പ്ലീസ്. ചിന്ന കുഞ്ച് അവൻ കോലീഡർ ആണ്. ഇങ്ങനെയാണോ ഒരു കോലീഡർ നടക്കണ്ടേ? അത് പറഞ്ഞേ കുപ്പേ. ഫ്ലെക്സിംഗ് കോലീഡർ ആണ്. എന്ത് കുണ്ടിയാ ഫ്ലെക്സ് ചെയ്യുന്നവൻ? എവിടെ ഒരു പെൺകൊച്ചിന്റെ സൗണ്ട്. ജോമാനാ ഒന്ന് പോയേക്കാണോ? ലൈനിൽ നിന്നാണ് ആരാണോ നടന്നോണേ? നിന്റെയൊക്കെ പേരാണോ മാക്കെന്ന്? ആണോ അത്? ഇവിടെ ഇല്ല മാക്കെ. മതി എടാ മതി. ഇവിടെ നിന്നാണ് ഇവിടെ എല്ലാം റെഡിയാ, നീ വന്നാ മതി. ഇവിടെ തന്നെ ഇല്ലേ ഓർഡറാ? വിളിക്കേണ്ട ഫുഡ് വാങ്ങി തരുന്നുണ്ടാ? പെട്ടെന്നോ. മോർ ദാൻ 2 റിക്രൂട്ട്സ് ഇല്ലല്ല. ഇന്ന് 2 റിക്രൂട്ട്സ് ഉള്ള ഗൈസ്. ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ, ടൈമില്ല. കുറെ റിക്രൂട്ട്സ് ചെയ്യാനുള്ള ടൈമില്ല നമുക്ക്. പിന്നെ ഓൾറെഡി നല്ല വേറെ ചോദിച്ചതുണ്ട്. വാട്സാപ്പ് ഒക്കെ കറക്റ്റ് അല്ലേ കുറിപ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ആളുണ്ടെങ്കിൽ വള്ളി എടുക്കുക. ഇനി തൊട്ട് ഇന്നത്തെ വരെ വിട്. ഇനി തൊട്ട് ആളുണ്ടെങ്കിൽ നോക്കിയെടുക്കുക. എനിക്ക് വയ്യ ഹോസ്റ്റേജ് പോയാൻ. എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ വന്ന്. അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ എടുക്കുക. നിങ്ങൾ കൊണച്ചാലും എന്നെ ആയിരിക്കും കൊണ്ടുപോകണത്, മനസ്സിലായോ? വള്ളി എടുക്കണ്ടെന്നല്ല, വള്ളി എടുത്തോ. നിങ്ങൾ വള്ളിയൊക്കെ എടുത്തോ. ഗ്യാങ് ആകുമ്പോ അടിയൊക്കെ വേണം. നിങ്ങള് ആളുണ്ടെങ്കിൽ എടുത്തോ. നിങ്ങള് സിങ്ക് ആയിട്ട് എടുത്തോ. എല്ലാരും കൂടെ ഒരുമിച്ച് ഉള്ളപ്പോ എടുത്തോ.
മോർണിംഗ് വല്ല പോളോ എല്ലാവരും ഉണ്ട്. ഞാൻ പറയട്ടെ അങ്ങനെ ഒരു സെറ്റപ്പ് റെഡി ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഞാൻ പറയട്ടെ എങ്ങനെയായാലും എന്താ പറയാ പ്ലേസ് വരും. നമ്മളെന്തായാലും റിക്രൂട്ട്സ് പയ്യെ പയ്യെ വരും. ഒറ്റയടിക്കാൻ എടുക്കുന്നുണ്ട് എല്ലാരും പാടെ എടുക്കേണ്ട ആവശ്യമില്ല. പയ്യെ പയ്യെ എല്ലാവരും വരും. വന്നാ ബിലാലെ ഇസ്മായിലേ ലൈന് കറക്റ്റ് ഓക്കെ ഓക്കെ ബിലാൽ ഇങ്ങോട്ട് വന്നാണ്. ലൈന് ലൈൻ തെറ്റ് കറക്റ്റ് ഇല്ല. ഇല്ലടാ എന്താ ഓസ്കാർ വെയിറ്റ് നമ്മൾ അനൗൺസ് കറക്റ്റ് മോന്തെ കിട്ടിയാട്ടോ ഇവിടെ. വെയിറ്റ് ചെയ്യാൻ പോണേ ബിലാലെ. ഓക്കെ താങ്ക് യു. പിങ്ങിടല്ലേ പറ ആരോട്. പിങ്ങടല്ലേ ബിലാല് നീ പോയി കൊണ്ടേ അപ്പോ നീ ഇവിടെ ഒന്നില്ലേ ഇവിടെ നിന്നില്ലേ. ഓക്കെ ഗൈസ് സൈലന്റ് മതി 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 കട കട. പിന്നെ 2 പേര് നമ്മളെ ഫാമിലിക്ക് നിന്ന് വരികയാണ്. അപ്പോൾ ഫസ്റ്റ് പ്ലെയർ റേഡിയോയിൽ തന്നെയല്ലേ പറയുന്നേ. ഇതായി ബഫറായി റേഡിയോ വോയിസ് ബഫറായതാ. ഒന്നുകൂടെ പറയാം. നീ പുല്ലിലല്ലേ നിൽക്കണ്ടായിരുന്നെ? അല്ലല്ല അവിടെ 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 നമുക്കപ്പോ നിനക്ക് നല്ല കത്തലുണ്ട് കേട്ടോ മക്കെ. Here we go, our first recruit. Ex Mafia Tokyo Talabadias RZ7 Talabadi. തലപതി ഒരു വിഷയം പ്ലെയറാ ഗൈസ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. തലപതി ഫ്രണ്ടിലോ കേക്കുന്നുണ്ടോ? വേറെ കോമഡി ഉണ്ട്. ഇപ്പൊ മലയാളം തലവതി ഹാപ്പിയാ? ഹാപ്പി ബ്രോ ഹാപ്പി ബ്രോ. എടാ അവിടെ சொல்லணுமா என்கிட்ட? என்ன ப்ரோ சொல்றது எதுவுமே சொல்ல தோணல இப்போ. സന്തുഷ്ടരായതൊക്കെ ആണല്ല. இதுக்கு முன்னாடி நம்ம எப்ப மீட் பண்ணோம்னு தெரியுமா தலபதி? என்ன ப்ரோ ശരിക്കും ഓർമ്മയുണ്ടോ? ഓ இதுக்கு முன்னாடி நம்ம மீட் பண்ணது வந்து ഒരു പ്രീവാറിലെ. ஆமா ஆமா എന്നെ അടിച്ച തലപതിയാ നന്നേ. എന്നെ അടിച്ചു. രണ്ടുപേർക്ക് റോൾ ഉണ്ട് ഇതില്. ഇനി അടിക്കരുത്. ഓക്കെ ഇനി നമുക്ക് വേണ്ടിട്ട് അങ്ങോട്ട് അടിച്ചാൽ മതി. അത്രേ ഉള്ളൂ. തലപതി ஓகே ஓகே ப்ரோ. சொல்லுடா അതെ ഏതാவது சொல்லு. என்ன கேம் நம்ம ஃபேமிலி கிட்ட ஏதாவது சொல்லு. எவ்வளவு வருஷம் ஆச்சு எல்லாம் ஒண்ணு മലയാളത്തിൽ പറഞ്ഞാൽ ஒரு 4 இயர்ஸா ஆர்பி கழிச்சிட்டு இருக்கேன் ப்ரோ. തിരിച്ചെന്ന് പറഞ്ഞു. தமிழ் சிட்டில ஆடிட்டு இருக்கேன். இப்போதான் நான் மல்லூர் சிட்டி என்டர் ஆனேன் 1 year before. anyway welcome എക്സ് ഗ്യാങ് മാഫിയ അല്ലേ? ஆமா ஆமா மாஃபியா தான். ഓക്കെ അതാ. ഓക്കെ വെൽക്കം തലപതി. thank you bro. വെൽക്കം ടു RC7. thank you. എടാ വാർച്ചാറ്റ് വർക്ക് ചെയ്യോടാ? ഓക്കെ ഓക്കെ വെൽക്കം ഡാമത്തെ വെൽക്കം. ഓക്കെ വെൽക്കം ബാക്ക് പോയിരുന്നോ? ஓகே ப்ரോ. ഇതിന്റെ ഫ്ലോയിൽ പറഞ്ഞു വന്നപ്പോണ്ടല്ലോ. ഓക്കെ വെൽക്കം ആ ബാക്കി പോന്നോ. ഗൈസ് നമുക്ക് അടുത്ത ആളെയും കൂടി വിളിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാർട്ടൂൺസിന്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പം സൈലന്റ് ആയിരിക്കേ. ഹിയർ വി ഗോ our second recruit. Ex T47 null as RZ7 null. ഓ അവര് ബൈക്ക് അടിച്ചു പോയി. എന്റെ ചെവിയും കൂടെ പോയത്. സത്യം. ഓ നല്ലേ. ഹലോ വെൽക്കം. മമ്മി ഷമ്മി വെൽക്കം. വെൽക്കം. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തേ. അല്ല ശരിക്കും ഷമ്മിയുടെ വേറൊരു ലുക്ക് ഉണ്ട്, അത് കാണണം. അവിടുത്തെ മറ്റേ അതറിയാതെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പുറത്ത്. എടാ എന്തേലും ഒന്ന് പറയടാ ഷമ്മി. ഇങ്ങനെയല്ലായിരുന്നല്ലോ. ഒന്നും പറയാനില്ല.
ഹലോ അസ്സലാമലൈക്കും. ഷമി ഹാപ്പി അല്ലേ? വലൈക്കും സലാം. നീ എത്ര വർഷമായിട്ട് കളിക്കാൻ തുടങ്ങിയിട്ട്? ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പോയിക്കോ. ഞാന് ഏകദേശം 1 വർഷമായി തോന്നുന്നു. എന്താ പറയണ്ട് അത്രേ ഉള്ളൂ. അവരിപ്പൊ വീട് കറങ്ങി കളിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ചീഫ് എഡിഷൻ കളിച്ചു. ഒരു വർഷം ചീഫ് എഡിഷന് കയറിയിട്ട് ATX 2 ഗാങ്ങിൽ കളിച്ചിട്ടുള്ളൂ. പിന്നെ ചീഫ് എഡിഷന്റെ വേറെ സിറ്റിയിൽ ATX ഉണ്ടല്ലോടാ കുറുപ്പേ. ഗുഡ് ടു ഹാവ് യു ബ്രദർ. വെൽക്കം ടു RC7. ആ നിന്റെ കുറച്ച് പിള്ളേരുണ്ടല്ലോ ചെല്ലു. ഇതാ 2 പേരുണ്ട്. ഇതാ നിൽക്കുന്ന ഒരുത്തം കണ്ടോ? അതിങ്ങനെ നോക്കണേ, മുതല നോക്കണ പോലെ. ഈ ടർബോന്റെ മോന്ത കണ്ടോ? ഇവിടെ നോക്ക്. ടർബോ ബാക്ക് പോയി നേരെ മറ്റേ പ്ലക്കാൻ നിക്കുന്ന അവിടെ. നേരെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ റിക്രൂട്ട്സ്, അത്രേ ഉള്ളൂ. നമ്മളിത് വാർച്ചാറ്റ് ഉണ്ടോ? ബാനർ എന്താ ഇടണ്ടേ? വാർന്ന് അടിച്ചാ മതിയോ? ഇല്ലടാ വാറില്ലല്ലോ. അയ്യേ മുമ്പിട്ടാ വാറില്ല. വേറെന്താണ് ഇതിന്റെ ബോസ് ബ്രോ? താങ്ക് യു ഫോർ the 1000 kick points. സാറ്റിസ്ഫാക്ഷൻ എന്താ ഗാങ്ങിന്റെ ഷോർട്ട് ഫോം? എന്താ ഗാങ്ങിന്റെ ഷോർട്ട് ഫോം? എന്താടാ? അതന്നെയാണ് ഇട്ടത്. റാസ്യൂസ് RGS എന്തെങ്കിലും ഇട്ടോ? ഇല്ല RC7 അല്ല ശരിക്ക നമുക്ക് ആർക്കും ഗ്യാങ് റോള് കിട്ടിയിട്ടില്ലല്ലോ. കാണിക്കണം നമ്മള്. ശരിക്കും നമുക്ക് ഗ്യാങ് റോള് കിട്ടിയിട്ടില്ല. കിട്ടുള്ളൂ. ഗ്യാങ് റോള് മേടിച്ചിട്ട് വരാം, അതായിരിക്കും തന്നെ. അല്ലല്ല വേറൊരു സാധനം കൂടി ഉണ്ട്. ഒരു സിനിമാറ്റിക്സ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? അത് ആണോ ചോദിച്ചോക്കട്ടെ. ചെക്കൻ എന്തേ? വെയിറ്റ്. ഹലോ പറഞ്ഞു എന്തായി? മുമ്പേ കഴിഞ്ഞില്ലേ? സൗണ്ട് എഫക്റ്റ് സൗണ്ട് എഫക്ട്സും കൂടെ ഉള്ളൂ. എന്നാ മീറ്റിങ്ങിന് പോയി വരുമ്പോ നീ അത് കംപ്ലീറ്റ് ആക്കി വെക്കാം. ഓക്കെ, എന്നിട്ട് ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചാൽ മതി. ഓക്കെ സാർ. ഓക്കെ. ഞാനൊരു കാര്യം പറയാം ഗൈസ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ ഇനി മനസ്സിലായോ? മതി. എന്നാ എല്ലാരും വണ്ടി ഇല്ല. അത് സിനിമാറ്റിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അവന് ചെറിയൊരു വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്യാണ്ട്. നമുക്ക് എന്തായാലും കാർട്ടൽസിനെ മീറ്റ് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ ഇതാവും. ഓക്കെ, എല്ലാവരും വണ്ടി കയറി പതുക്കെ ഡിസിപ്ലിൻ ആയിട്ട് പോകുന്ന മതിയെ. കിടുവാണ് വരുന്നത്. പോയാണ്ട് ഡ്രസ് ഇട്ട് വാടാ, പോയി ഡ്രസ് ഇട്ട് വാ. നിങ്ങള് വിചാരിക്കുന്ന പ്ലെയർ ആയി റോള് കിട്ടിയാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. എടാ എല്ലാരും മറ്റേ പുറത്തുള്ള വണ്ടികൾ എടുത്തോണ്ട് പോയോ? എല്ലാരോടും ഒരു കാര്യം പറയട്ടെ, ഒന്ന് സൈലന്റ് ആക്കി. എല്ലാ എണ്ണവും നോർമൽ വാക്കിംഗ് സ്റ്റൈൽ ഇട്ടിട്ട് വേണം അങ്ങോട്ട് വരാൻ, മനസ്സിലായോ? ഈ കുണ്ടി ആട്ടിയുള്ള നടക്കുന്നവന്മാരോട് പ്രത്യേകിച്ച് പറയുക. എഫേർട്ട് എടുക്കുന്നത് ഞാൻ പറഞ്ഞത് ബിലാല് എടുക്കുന്ന എഫേർട്ട് എല്ലാരും കൺട്രോൾ ചെയ്യുന്നതും എല്ലാരും ഇതാക്കുന്നതും എല്ലാരും 9372 വന്നില്ല കേട്ടോ. 9372 വെയിറ്റ് ചെയ്യും. 9372 ഞാൻ ലൈവ് നിർത്തിക്കോട്ടെ. അല്ല നീ കണ്ടിന്യൂ ചെയ്തോ അല്ല ഞാൻ ഇന്ന് നേരത്തെ ഇട്ടാ ശരി. ഇത് ഭയങ്കര ലോങ് ആയി പോകും. കുറെ നാളെ ലോങ് ലൈവ് ചെയ്തിട്ട്. ഞാൻ കാര്യം പറയാം, എല്ലാ ബാക്കും എഫേർട്ട് ഇടും.
കുറുപ്പ്, മാക്ക്, ബിലാല്, മാലിക് അവര് ഇടുന്ന എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാത്ത എഫേർട്സ് മനസ്സിലായോ? അത് ഇതാവൂല, മനസ്സിലാവൂല. ഇതിൽ വേറൊരു കാര്യം എന്തോന്ന് പറയാൻ ഞാൻ വിട്ടല്ലോ ഗൈസ്. ഞാൻ എന്തോന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. എന്താണ് മറന്നടാ ഇതാ നിങ്ങൾ ചോദിക്കുന്ന റിക്രൂട്ട്സിനെ പറ്റി. ഞാനേ ഒരു മിനിറ്റ് നിങ്ങൾ സൈലന്റ് ആവണം. വണ്ടിയിലൊന്ന് ഒരു കാര്യം പുറത്തൊന്ന് സംസാരിക്കട്ടെ. ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം. നമുക്ക് വേറെ നല്ല പ്ലേയേഴ്സ് നിങ്ങൾ ഈ ചോദിക്കുന്ന ഓരോ പ്ലേയേഴ്സും എന്താ പറയുക കൊണ്ടുവരണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ അത് എന്താ പറയുക 1 or 2 പേരായി കണ്ട് അവർ വരില്ല. അവരങ്ങനെ കളിച്ച് ശീലിച്ച ആൾക്കാരാണ്, മനസ്സിലായോ? അങ്ങനെ അവർക്ക് വരാൻ താല്പര്യമില്ല. അവർ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 8-10 പേരായിക്കാണ്ട് വരും. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഇതിലൊന്നും പെടാത്ത നള്ള്, ടർബോ, പിന്നെ നോക്കിയ 3 പേര് വേറെ ഉണ്ട്. പിന്നെ ഇനി ഒരു 10 പേരും 10-11 പേരും കൂടി വന്നു കഴിഞ്ഞാൽ എന്താ പിന്നെ അത് T47 അത് RG7 അല്ല, മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനെ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ 2-3 പേർക്ക് കളിക്കുക എന്നുള്ളതാണ്. അവർ കളിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ പോലെ തന്നെ നടന്നോളണമെന്നില്ല. നമുക്ക് നിങ്ങൾ നോക്കിയൊക്കെയാണ് നമ്മൾ ആദ്യം എടുത്ത എന്താ ഡയോസിന് 3 പ്ലേയേഴ്സിന് എടുത്തിരുന്നത്, മാസം 2 പ്ലേയേഴ്സ്. അതേപോലെ T47 നമുക്ക് 4 പ്ലേയേഴ്സ് ആയി, മനസ്സിലായോ? അതൊക്കെ അതിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഇവരെന്നെ അല്ലെങ്കിൽ ഇതന്നെ പ്ലേയേഴ്സിനല്ല, നമുക്ക് നല്ല നല്ല പ്ലേയേഴ്സിനെ കിട്ടും. ഇതിന്റെ അകത്ത് എല്ലാവർക്കും നല്ല രീതിക്ക് മനസ്സിലായോ? ഒരു ഗ്യാങ് കൂടി കയറാനുണ്ടോ? അയ്യോ, അപ്പൊ നമ്മളത് ഡിലേ ആവോ? അഡ്മിനെ നമ്മളതൊന്നും എങ്ങനെയും സ്പീഡ് ആക്കി തരുമോ? നമുക്ക് അത്ര ഡിലേ ആയിക്കാണ്ട് പോകാൻ പറ്റില്ല. ഒന്ന് സ്പീഡ് ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ പറയുന്ന എനിക്കറിയാം ഡാഡു എന്ന് പറയണ ബാക്കിയുള്ള ചാറ്റിലുള്ള 1-2 പേരുകൾ 3-4 പേരിനൊക്കെ റേഡിയോ ഇറങ്ങിട്ട് സംസാരിക്കേ. ഞാൻ റേഡിയോയിലാണോ സംസാരിക്കുന്നത്? അല്ല ഇറങ്ങിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നല്ലേ റേഡിയോ സംസാരിക്കുന്ന എല്ലാം കൂടി. പുറത്തെന്താ സംസാരിച്ചോണ്ടിരിക്കല്ലേ? ഞാൻ പറയണ എന്താ വെച്ചാൽ ചാറ്റ് അങ്ങനെ ഒരു 2-3 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 4 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ഓൾറെഡി നമ്മളിൽ 3-4 പേരായി ഇല്ലേ? ഇനിയും അതിൽ കൂടുതൽ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ്ലി നമ്മളെ ഒരു ഇതിനോട് മാച്ചപ്പായി പോകാൻ ചാൻസ് ഇല്ല, മനസ്സിലായോ? നമ്മളൊരു സ്ട്രീമേഴ്സാണ്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് കാര്യമുണ്ട് കൈ, ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രത്തോളം ക്യാച്ചപ്പ് ആവാൻ കഴിയുമെന്ന് അറിയില്ല. അപ്പോൾ അതാണ് പ്രശ്നം, മനസ്സിലായോ? അങ്ങനെ അവർക്ക് ഇൻഡിവിജ്വലി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നമുക്ക് എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ അവരങ്ങനെ കളിക്കുന്ന ഒരു പ്ലേയേഴ്സ് അല്ല, അതാണ് അതിൻ്റെ സത്യം. അവർക്ക് എവിടെ കളിക്കുകയാണെങ്കിലും ഒരുമിച്ച് കളിക്കണം എന്നുള്ളതാണ്. അത് അവരെ ചോയ്സ്, അത് അവരെ നല്ല ക്വാളിറ്റിയാണ്. അത് അവരെ സൈഡ് നോക്കുമ്പോൾ. ചാക്കോയി, താങ്ക് യു ഫോർ ദ